വൺവിം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അസിത സഹീർ. വിശദമായ വാർത്തകളിലേക്കാണ്. കിടങ്ങൂരിൽ ഭീതി പരത്തിയ ആന. എറണാകുളം അങ്കമാലിക്ക് സമീപം കിടങ്ങൂരിൽ ലോറി ഡ്രൈവറെ ചവിട്ടിക്കൊന്ന മണിക്കൂറുകളോളം ഭീതി വിതച്ച ആനയെ തളച്ചു. 3.5 മണിക്കൂറോളമാണ് കൊല്ലം മയ്യനാട് പാർത്ഥസാരഥി എന്ന ആന പ്രദേശവാസികളെ മുൾമുനയിൽ നിർത്തിയത്. സമീപത്തെ വാഹനങ്ങളും ആന തകർത്തു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ആന വളരെ വലുതായി നിൽക്കുകയാണ്. തൊട്ടടുത്തുള്ള കാറും മറിച്ചിരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ. കൊല്ലം സ്വദേശി വിഷ്ണുവിനാണ് ആനക്കലിയിൽ ജീവൻ നഷ്ടമായത്. മണിക്കൂറുകൾക്ക് ശേഷം ആനയെ മയക്കുവെടി വെച്ചാണ് തളച്ചത്. ആദ്യമായാണ് ആന അക്രമാസക്തനാകുന്നതെന്ന് ആനയുടെ ഉടമ രാജു പ്രതികരിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതല്ല. ആന രാവിലെ അവര് എന്നും കൊണ്ടുപോകാൻ ആനയെ അവര് കഴുവാനായിട്ട് കൊണ്ടുചേർത്ത് തോട്ടിൽ അവിടെ കുളത്തിൽ ഇറക്കാനായിട്ട് എന്നുകൊണ്ടാണ് ആനയ്ക്ക് ചങ്ങല ഉണ്ടായിരുന്നെങ്കിൽ പോലും ആനയെ പുള്ളി ബന്ധോസിലല്ലായിരുന്നു. എന്തോ ഭഗവാൻ ആനയ്ക്ക് എന്തോ ഏതാ രീതിയിൽ മാറി. വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് വിഷ്ണു. ഒരാളുടെ ജീവനെടുത്തു ആന. പിന്നെയും മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി ആ മേഖലയിൽ ഒന്നാകെ വാഹനങ്ങളൊക്കെ നശിപ്പിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. പിന്നീട് മയക്കുവെടി വെച്ചാണ് തളയ്ക്കാനായതല്ലേ? അശ്വത, ഭീതിജനകമായ കാഴ്ച എന്നല്ലാതെ ഒന്നും വിശേഷിപ്പിക്കാനല്ല. കാരണം അത്രയും വയലന്റ് ആയിരുന്നു. നമ്മൾ ഈ ദൃശ്യത്തിൽ ഇപ്പോൾ വളരെ ശാന്തനായി നിൽക്കുന്ന ഈ മയ്യനാട് പാർത്ഥസാരഥി എന്ന് പറയുന്ന ആന കഴിഞ്ഞ 3.5 മണിക്കൂർ മുൻപ് 9:30 കൂടിയാണ് ആനയെ തൊഴിയിക്കുന്നത്. ഈ ക്ഷേത്രവുമായി ഈ ആനക്ക് ബന്ധമൊന്നുമില്ല. ഇതിന് തൊട്ടപ്പുറത്ത് എത്തിയതാണ്. ആ ഘട്ടത്തിലാണ് ഇവിടെ എത്തി തൊഴിയിക്കുന്നതിന് വേണ്ടി ആനയെ കൊണ്ടുവന്നത്. പക്ഷേ ആനയെ കൊണ്ടുവന്ന് നിമിഷങ്ങൾക്കന്ന് തന്നെ ആന വയലന്റ് ആകുകയായിരുന്നു. പിന്നാലെ ആനയുടെ ഡ്രൈവറായ വിഷ്ണുവിനെ ആന ആക്രമിച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം ഒരു പപ്പാന് നട്ടലിനാണ് പരിക്ക് ഏറ്റിട്ടുള്ളത്. അതിനുശേഷം ആന ഇവിടെ കാട്ടിക്കൂട്ടിയത് അങ്ങേയറ്റം ആളുകളെ ഭയപ്പെടുത്തുന്ന ഈ ആനയെ കെട്ടിയിരിക്കുന്ന മരത്തിന് തൊട്ട് സൈഡിലായാണ് ആ ദൃശ്യത്തിൽ കാണുന്ന ചേട്ടൻ്റെ സ്വിഫ്റ്റ് കാറ് പാർക്ക് ചെയ്തിരുന്നത്. ആ കാറ് ഇവിടെ നിന്ന് ആന കുത്തിമറിച്ച് ഒരു 25 മീറ്റർ അപ്പുറത്ത് ഉള്ള ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇട്ടു. ആ കാറ് ചവിട്ടി പൊട്ടിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ചെറിയ ഷെഡും അതിനോട് ചേർന്നൊരു തെങ്ങും നിന്നിരുന്നു. അത് കുത്തിമറിച്ചിട്ടു. ആ ഷെഡ് പൂർണ്ണമായും തകർത്തു. തൊട്ടപ്പുറത്ത് ഈ ആനയെ ഈ പന്തൽ പണിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ലോറി ഉണ്ടായിരുന്നു. ആ ലോറി പൂർണ്ണമായും ചവിട്ടി തകർക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു 3.5 മണിക്കൂർ ഈ നാടിനെ മുൾമുനയിൽ നിർത്തി. ആ ദൃശ്യങ്ങളൊക്കെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു. നമുക്ക് വേണ്ടി ആ ദൃശ്യങ്ങൾ പകർത്തിയത് മാഹിൻ ജാഫറാണ്, കൊച്ചിയിലെ ക്യാമറമാനാണ്. മാഹിൻ, അത് വളരെ ഭീകര ദൃശ്യങ്ങളാണ് നമ്മൾ വന്നപ്പോൾ കണ്ടത്. നമുക്കിപ്പം ഇപ്പോൾ ഇവിടുത്തെ റേഞ്ചർ അടക്കമുള്ള ആളുകൾ ചേരുന്നുണ്ട്. ഓപ്പൺ ഏരിയയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ലെവൽ കാം ഡൗൺ ആണ്, അണ്ടർ കൺട്രോൾ ആണ്? അണ്ടർ കൺട്രോൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആന ഇപ്പോഴും ഡോക്ടേഴ്സിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഇപ്പോൾ കൊണ്ടുപോകാൻ കുറച്ച് മണിക്കൂർ എടുക്കുമായിരിക്കും അല്ലേ എഫക്റ്റ്? ഇപ്പോൾ അടുത്ത് തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അടുത്ത് തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നിൽ ഈ ഏരിയയിലോ ഇവിടെയോ അല്ലെങ്കിൽ ഇതിന് തൊട്ടടുത്തുള്ള ഒരു നല്ലൊരു പ്ലേസ് കണ്ടെത്തി ആനയെ നിർത്തേണ്ടി വരും. ഇപ്പോൾ ഇഷ്യൂസ് ഉള്ള ആനയാണോ? എന്തെങ്കിലും അസുഖം അങ്ങനെ എന്താ പെട്ടെന്ന് അങ്ങനെ ഇഷ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ പരിശോധിച്ചിട്ടേ ബാക്കി എല്ലാം പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ആനയെ പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് റേഞ്ചർ വ്യക്തമാക്കുന്നത്. പെട്ടെന്ന് കൊണ്ടുപോയി നിലവിൽ അതിനുള്ള സാധ്യതയില്ല. ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച് കുറച്ച് മണിക്കൂറുകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാകൂ എന്നാണ് വ്യക്തമാക്കുന്നത്. ശരി വിഷ്ണു, മണിക്കൂറുകളോളം അവിടെ പരിഭ്രാന്തി പരത്തിയിരുന്നു ആന. പിന്നീട് മയക്കുവെടി വെച്ചാണ് തളച്ചത്. പക്ഷേ ഉടനെ അവിടെ നിന്ന് കൊണ്ടുപോകാനാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. വാണിജ്യ സിലിണ്ടർ വില കുത്തനെ കൂട്ടി. 5 സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ വാണിജ്യ സിലിണ്ടർ വില കുത്തനെ കൂട്ടി. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 993 രൂപയും 5 കിലോ സിലിണ്ടറിന് 261 രൂപയുമാണ് കൂട്ടിയത്. ഒറ്റത്തവണ ഇത്രയും വില കൂടുന്നത് അപൂർവമാണ്. ഇതോടെ സംസ്ഥാനത്ത് 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 3000 രൂപ കടന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ധനവില കൂട്ടിയേക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ. പശ്ചിമബംഗാളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് രണ്ടാം നാൾ വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത് 1000 രൂപയോളം.
19 കിലോ സിലിണ്ടറിന് കൊച്ചിയിൽ 3085, തിരുവനന്തപുരത്ത് 3106, കോഴിക്കോട് 3117 എന്നിങ്ങനെയാണ് പുതിയ വില. 5 കിലോ സിലിണ്ടറിന് കൂട്ടിയത് 261 രൂപ. വില വർധന ഹോട്ടൽ കാറ്ററിംഗ് മേഖലയ്ക്ക് മേലുള്ള ഇടുത്തിയായി മാറി. അപ്പോൾ ഇത്രയും മാത്രം വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതിൽ പിടിച്ച് കൂട്ടും? ഇപ്പോൾ കച്ചവടം ഇല്ലാണ്ടാവും. ഇപ്പം തന്നെ നമ്മൾ സ്റ്റാഫിനെ കുറച്ചുകൊണ്ടാണ് കച്ചവടം ചെയ്യുന്നത്. ഇപ്പോൾ 15-20 മണിക്കാരുള്ളത് 5-10 മണിക്കാരെ കൊണ്ട് ഇപ്പോൾ എല്ലാവരും നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാണ്ടാവില്ല. പ്രവർത്തന ചെലവ് കുത്തനെ കൂടുമെന്നതിനാൽ ഭക്ഷണ വില കൂട്ടാൻ ഹോട്ടലുകാർ നിർബന്ധിതരാകും. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. വില കൂട്ടിയതിനെ ന്യായീകരിക്കുന്ന പ്രതികരണമായിരുന്നു കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയുടേത്. ലോകം മുഴുവനൊന്ന് അന്വേഷിക്കുക എവിടെയൊക്കെ എത്രയൊക്കെ കൂടിയെന്ന്, അല്ലേ? നമ്മൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ? ഇങ്ങനെ സാഹചര്യത്തിൽ പെട്രോളിയം വില വർധന ഉണ്ടാവും. വില വർധനവിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷം രംഗത്തെത്തി. ഇത് വല്ലാത്ത പ്രതിസന്ധിയാണ് സാധാരണക്കാരിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ചെറുകിട ഇടത്തരം കച്ചവടക്കാരിൽ റെസ്റ്റോറൻറ്റുകൾ, തട്ടുകടകൾ, ഹോട്ടലുകളൊക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഇരുട്ടടിയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വില കൂട്ടാനുള്ള പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികളുടെ തീരുമാനം. ഈ വർഷം 6ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടിയത്. എന്നാൽ ഒറ്റത്തവണ ഇത്രയും വില കൂടുന്നത് ഇതാദ്യമായാണ്. 24 ഡൽഹി. ജനവിധി അറിയാൻ ഇനി 3 നാൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ 3 ദിവസം മാത്രം ശേഷിക്കെ മുന്നണികൾ ആകാംക്ഷയിലാണ്. 100 സീറ്റുമായി അധികാരത്തിലെത്തുമെന്നാണ് UDF നേതാക്കളുടെ പ്രതീക്ഷ. എക്സിറ്റ് പോൾ ഫലം എന്തായാലും തുടർഭരണമുണ്ടാകുമെന്നാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. നാളെ ശനി, മറ്റന്നാൾ ഞായർ, തിങ്കൾ പുലർന്ന് ഉച്ചയോടടുക്കുമ്പോഴേക്കും കേരളം ഏത് മുന്നണിക്കൊപ്പമെന്ന് വ്യക്തമാകും. പെട്ടിയിലായ വോട്ടിനെക്കുറിച്ച് കൂട്ടലും കിഴിക്കലും നടത്തി ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്ന മുന്നണി നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. സർവേ ഫലങ്ങളിലെ പ്രവചനത്തെക്കാൾ കൂടുതൽ സീറ്റ് നേടി ഭരണം തുടരുമെന്നാണ് ഇടതിന്റെ പ്രതീക്ഷ. ഈ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധി ആവും എന്ന ഞങ്ങളുടെ LDFന്റെ പ്രവർത്തകരുടെ വിചാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 2 ദിവസം പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് ഊഹാപോഹിപ്പ് നടത്തുന്നതിന് ഞാൻ യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. 4-ാം തീയതി അറിയാൻ പോവുകയാണ്. ഇത്തവണ അധികാരം പിടിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന UDFന്റെ ആത്മവിശ്വാസം എക്സിറ്റ് പോൾ ഫലങ്ങളോട് ഇരട്ടിച്ചിട്ടുണ്ട്. സർവേ ഫലങ്ങൾ പരമാവധി 90 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നതെങ്കിൽ അതുക്കും മേലെയാണ് പ്രതീക്ഷ. എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുമ്പ് തന്നെ UDFന് മികച്ച വിജയം കേരളത്തിലുണ്ടാകും. 80 മുതൽ 90, ചിലപ്പോൾ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുകയും UDFന് അനുകൂലമായ തരംഗം ഉണ്ടാകുമെങ്കിൽ 100 സീറ്റ് വരെ ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ആ ഒരു കണക്കൂട്ടലാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ വോട്ടെണ്ണൽ നടക്കുമ്പോൾ, 4-ാം തീയതി വോട്ടെണ്ണൽ നടക്കുമ്പോൾ ശുഭപ്രതീക്ഷയിലാണ് UDF. സർവേയിൽ 14 സീറ്റ് വരെ ലഭിച്ചേക്കാവുന്ന പ്രവചനം NDAയ്ക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്. 24 തിരുവനന്തപുരം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കക്ഷി ചേരാതെ RSP. മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നും അഭിപ്രായം ചോദിച്ചാൽ മാത്രം പറയുമെന്നും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. VD സതീശനെയും രമേശ് ചെന്നിത്തലയും പോലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് KC വേണുഗോപാലുമെന്ന് മുതിർന്ന നേതാവ് PJ കുര്യൻ പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമായതോടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച കൂടുതൽ സജീവമായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ പിന്തുണച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ നടത്തിയ പ്രതികരണത്തിൽ കോൺഗ്രസിനുള്ളിൽ എതിർപ്പുയർന്നതോടെ ഘടകകക്ഷികൾ ജാഗ്രതയിലാണ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കക്ഷി ചേരേണ്ട എന്ന പൊതു അഭിപ്രായമാണ് UDFലെ ഘടകകക്ഷികൾക്കിടയിൽ ഉയരുന്നത്. ഒരിക്കലും ഘടകകക്ഷികൾ മറ്റൊരു കക്ഷിയുടെ തീരുമാനങ്ങളിൽ ഇടപെടാൻ പാടില്ല. ആ രീതിയാണ് RSP പിന്തുടരുന്നത്. ഞങ്ങളുടെ അഭിപ്രായം ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും ആരായുകയാണെങ്കിൽ അന്നേരം പാർട്ടി കൂടി ചർച്ച ചെയ്ത് അതിനുള്ള എന്ത് അഭിപ്രായം പറയണമെന്ന് അന്നേരം തീരുമാനിക്കും. കോൺഗ്രസിൽ പരസ്യപ്രതികരണത്തിന് വിലക്കുണ്ടെങ്കിലും മുതിർന്ന നേതാക്കൾ അഭിപ്രായ പ്രകടനം തുടരുകയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ മുഖ്യമന്ത്രിക്ക് അർഹതയുള്ള നിരവധി ആളുകളുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിൽ ഈ ചർച്ച വരുന്നത്. മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. മലപ്പുറത്തെ പുരസ്കാരദാന ചടങ്ങിൽ AP അനിൽകുമാർ രമേശ് ചെന്നിത്തലയെ പ്രശംസിച്ച് സംസാരിച്ചത് KC വേണുഗോപാൽ വിഭാഗത്തിന് പിന്തുണയായും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇതിനിടെ കണ്ണൂർ പയ്യന്നൂരിൽ രമേശ് ചെന്നിത്തലയ്ക്കായി ഫ്ലക്സ് ബോർഡ് ഉയർന്നു. അനുഭവക്കരത്തിൽ പുതിയ കേരളം RC നയിക്കുമെന്നാണ് ഫ്ലക്സ് ബോർഡിലെ വാചകം. 24 തിരുവനന്തപുരം. KC വേണുഗോപാലൻ താൽപര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാകാമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവർ 24നോട്. VD സതീശൻ കഠിനാധ്വാനിയാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് പ്രധാനമെന്നും താരിഖ് അൻവർ പറഞ്ഞു. I don't think
if he is interested, so naturally he has to join the all process. But if the legislature party authorize High Command for final decision, then the High Command will take a decision, and High Command will see that who is the proper person. 24 ബ്രേക്കിംഗ്. ബംഗളൂരു BTL സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ സന്ദീപ് പാണ്ഡെക്കെതിരെ കൂടുതൽ പരാതികൾ. അധ്യാപകരിൽ നിന്ന് വിദ്യാർത്ഥികൾ നേരിട്ടത് ക്രൂരമർദ്ദനമാണ്. മർദ്ദന ചിത്രങ്ങൾ 24 ലഭിച്ചു. മർദ്ദനമേറ്റ കൊച്ചി സ്വദേശിയായ വിദ്യാർത്ഥിക്ക് കോളേജ് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നതായും പരാതിയുണ്ട്. ജിബിൻ JB വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ജിബിൻ, മുൻപ് തന്നെ ഈ അധ്യാപകനെതിരെ നിരവധി പരാതികളുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ വന്നിരുന്നു. ഈ നിതിൻ രാജിന്റെ കേസിന് സമാനമായ നിലയിലുള്ള വിവരങ്ങളും സംഭവങ്ങളും ഒക്കെയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മനസ്സിലാകുന്നത്? അസിത, അത് തന്നെയാണ്. കാരണം നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അധ്യാപകൻ തന്നെയായിരുന്നു അവിടെയും ആരോപണ വിധേയൻ. അതുപോലെ സമാന സംഭവം തന്നെയാണ് ഇപ്പോൾ ആദിത്യന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ആരോപണ വിധേയനായ അധ്യാപകൻ എന്ന് പറയുന്നത് സന്ദീപ് പാണ്ഡെയാണ്. സന്ദീപ് പാണ്ഡെ തന്നെയാണ് ആദിത്യൻ ഉൾപ്പെടുന്ന അവരുടെ സഹപാഠികൾ താമസിക്കുന്ന ഹോസ്റ്റലിലെ വാർഡനും എന്ന് പറയുന്നത്. പക്ഷേ ഇവരുടെ കോളേജിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിന്നിരുന്നു. അപ്പോൾ ഈ ലഹരി മാഫിയയുമായി ബന്ധമുള്ള ആളുകളുടെ പേര് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ അധ്യാപകൻ ആദിത്യനെ നിരന്തരം വേട്ടയാടിയിരുന്നതെന്നാണ് പറയുന്നത്. ആദിത്യനെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് രാവിലെ 24 ന്യൂസ് പുറത്തുവിട്ട ഓഡിയോ സന്ദേശത്തിൽ സഹപാഠി തന്നെ കുടുംബാംഗങ്ങളോട് പറയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ കൂടുതൽ പരാതികൾ ഈ സന്ദീപ് പാണ്ഡെ എന്ന് പറയുന്ന അധ്യാപകനെതിരെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചി സ്വദേശിയായ ഒരു യുവാവ്, കൊച്ചി സ്വദേശിയായ ഒരു വിദ്യാർത്ഥിയും ആദിത്യനോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഈ കോളേജിൽ ചേർന്നിരുന്നു. പക്ഷേ പിന്നീട് ഈ അധ്യാപകനിൽ നിന്ന് ക്രൂരമർദ്ദനം ആ കുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ആ കുട്ടിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അദ്ദേഹം ഇതിനെ തുടർന്ന് ഈ കുട്ടി ഉൾപ്പെടെയുള്ളവർ പഠനം നിർത്തി നാട്ടിലേക്ക് തിരികെ വന്നു എന്നാണ് ഇപ്പോൾ കുടുംബത്തിന് ഇവർ തന്നെ സന്ദേശമായി അയച്ചിരിക്കുകയും ചെയ്യുന്നത്. അതിൽ പറയുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കോളേജിലെ തന്നെ പ്രത്യേകിച്ച് ആദിത്യന്റെ ചില സഹപാഠികൾ ലഹരി ഉപയോഗിച്ചിരുന്നു. ഇവരെ പിടികൂടുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ആദിത്യന്റെ റൂമിൽ വന്നവരും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇവരുടെ പേരുകൾ പറയണമെന്ന് ഈ സന്ദീപ് പാണ്ഡെ എന്ന് പറയുന്ന അധ്യാപകൻ ആവശ്യപ്പെട്ടു. അത് പറയാത്തതിനെ തുടർന്ന്, അതായത് ഒരുമിച്ച് താമസിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ ഭയം കൊണ്ടാകണം അത് പുറത്ത് പറയാത്തത്. അതുകൊണ്ട് തന്നെ ഈ സന്ദീപ് എന്ന് പറയുന്ന അധ്യാപകനും ഹോസ്റ്റൽ വാർഡനും ഇദ്ദേഹത്തെ ഈ ആദിത്യൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ആദിത്യനാണ് ലഹരി ഉപയോഗിക്കുന്നത്, ആദിത്യനാണ് ലഹരി ഓർഡർ ചെയ്ത മറ്റുള്ള കുട്ടികൾക്ക് നൽകുന്നതെന്ന് ആരോപിച്ച് പരസ്യമായി കുട്ടിയെ സഹപാഠികൾക്ക് മുന്നിൽ വെച്ച് അപമാനിച്ചു എന്നാണ് പറയുന്നത്. അത് തെളിയിക്കുന്നതാണ് നേരത്തെ കേട്ട ഓഡിയോ സന്ദേശം. ഇതിന് പിന്നാലെ വീണ്ടും പല സന്ദർഭങ്ങളിൽ ആദിത്യനെ ഈ അധ്യാപകൻ വേട്ടയാടിയിരുന്നു, മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മരണത്തെ ഒരു കുടുംബ പ്രശ്നമാക്കി തീർക്കാൻ, കുടുംബ പ്രശ്നം മൂലമുണ്ടായ മരണമാക്കി തീർക്കാനാണ് കോളേജ് മാനേജ്മെന്റ് ശ്രമിക്കുന്നതെന്നാണ് നേരത്തെ ആദിത്യന്റെ പിതാവും പറയുന്നത്. പക്ഷേ എന്തായാലും ഈ അധ്യാപകനെതിരെ ഇത്തരത്തിൽ സമാന അനുഭവം ഉണ്ടായ വിദ്യാർത്ഥികൾ തന്നെ ഇപ്പോൾ രംഗത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പലർക്കും ഇപ്പോൾ പുറത്ത് പറയാൻ മടിയാണ്. കാരണം ഈ കുടുംബാംഗങ്ങളോട് പലരും ഈ സഹപാഠികളിൽ ചിലർ ഇപ്പോൾ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ അയച്ച് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്കൊക്കെ ഭയമാണ്. കാരണം ഇനിയും 2 വർഷം കൂടി അവർക്ക് ആ കോളേജിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് പരസ്യമായി രംഗത്ത് വരാതെ ഭയപ്പെട്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികളും ആരോപണവും അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പുറത്ത് വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുകയും ചെയ്യുന്നത്. വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അറിയാലോ കേരളം എങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉറപ്പുണ്ട്. കേരള UDFന്റെ കൂടെ വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരള UDFനോട് ശക്തമായി നിൽക്കും. അത് ശരി, ഇതാണോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? എന്നോടുള്ള സ്നേഹത്തിന് വലിയ നന്ദി. ഇത്തരം ചർച്ചകൾ പാടില്ല എന്നുള്ള പാർട്ടി നേതൃത്വം വിലക്കിയിട്ടുണ്ട്. ഞാൻ അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തനമാണ്, അത്രേ ഉള്ളൂ. അല്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹത്തോട് ചോദിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടും ഇതിനകത്ത് വ്യക്തമായിട്ടും KPC പ്രസിഡന്റ് അതിനെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. അല്ല, ഞാൻ കാരണം ഇതിനകത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിനെ എല്ലാ പ്രാവശ്യവും കടന്നാക്രമിക്കുന്ന അത്തരം ശൈലികളോടൊന്നും എനിക്ക് യോജിപ്പില്ല, ആർക്കും യോജിപ്പില്ല. ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് ജനാധിപത്യപരമായ ചർച്ചകളിലൂടെ എല്ലാവരോടും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. അതിനകത്ത് ഞങ്ങൾക്കൊരു ആശങ്കയില്ലെന്നേ. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു ആശങ്കയില്ല. നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ
ഈ സമയം ചിലവഴിക്കാൻ വേണ്ടി വരികയുള്ള ദിവസം 4-3 ദിവസത്തേക്ക് സമയം ചിലവഴിക്കാൻ വേണ്ടി വാർത്തകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതുമായിട്ട് എല്ലാവരുടെ പോയി ചോദിച്ചുകൊണ്ടിരിക്കും. ആ ചോദിക്കുമ്പോൾ ഒരാളൊരു അഭിപ്രായം പറയും എന്നല്ലേ ഉള്ളൂ. പൊതുപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡിജോ കാപ്പൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. മറ്റന്നാളാണ് സംസ്കാരം. പൗരന്റെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും അവകാശങ്ങൾക്കുമായുള്ള ഡിജോ കാപ്പന്റെ ഇടപെടൽ ഏറെ ശ്രദ്ധേയമായിരുന്നു. സാമൂഹ്യ പ്രതിബദ്ധത ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കേരളീയ പൊതുസമൂഹത്തിന്റെ ധീരമായ ശബ്ദമായിരുന്നു ഡിജോ കാപ്പൻ എന്ന പൊതുപ്രവർത്തകൻ. സാധാരണക്കാരന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോഴും നിയമത്തിന്റെ നൂലാമാലകളിൽ നീതി വഴിമുട്ടുമ്പോഴും പതറാത്ത ശബ്ദമായി എന്നും മുൻനിരയിലുണ്ടായിരുന്നു ഡിജോ കാപ്പൻ. ഓരോ മലയാളിയും സ്വന്തം അവകാശങ്ങളെപ്പറ്റി ബോധവാന്മാരാകണമെന്നും അധികാര കസേരകളിലിരിക്കുന്നവരോട് സത്യം വിളിച്ചു പറയണമെന്നും ഡിജോ കാപ്പന് നിർബന്ധമുണ്ടായിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിയമവ്യവസ്ഥയെയും സാധാരണക്കാരന്റെ അവകാശങ്ങളെയും കുറിച്ച് കൃത്യമായ ധാരണ പൊതുസമൂഹത്തിന് നൽകാൻ ഡിജോ കാപ്പന്റെ ഇടപെടലുകൾ എക്കാലത്തും സഹായകരമായി. സമൂഹത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളിൽ ഡിജോ കാപ്പൻ കോടതി ഇടപെടലുകൾ സാധ്യമാക്കി. ഉപഭോക്തൃ അവകാശ സംരക്ഷണം, റോഡ് സുരക്ഷ, മാലിന്യപ്രശ്നം, വൈദ്യുതി നിരക്ക് വർധന, നിരത്തുകളിലെ പരസ്യ ബോർഡുകളും യോഗങ്ങളും, റെയിൽവേ നിരക്ക് വർധന, KSRTCയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങി പല വിഷയങ്ങളിലും ഡിജോ കാപ്പൻ നടത്തിയ കോടതി ഇടപെടലുകൾ ജനങ്ങൾക്കനുകൂലമായ വിധിന്യായങ്ങൾക്ക് ഇടയാക്കി. മാധ്യമ ചർച്ചകളിലെ സജീവ സാന്നിധ്യം കൂടിയായിരുന്നു ഡിജോ കാപ്പൻ. ഗോവിഷ്ണൻ ഒരു ചെറു പുഞ്ചിരി കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചുകൊണ്ടോ തീരാമായിരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇന്ന് അത് കത്തിക്കാളി കേരള രാഷ്ട്രീയത്തിൽ തന്നെ സജീവ ചർച്ചയായിരിക്കുന്നത്. പാലാ ഇടമറ്റം കാപ്പിൽ പരേതനായ KC ജോസഫിന്റെയും മേരി ജോസഫിന്റെയും മകനായ ഡിജോ കാപ്പൻ സ്കൂൾ പഠനകാലത്ത് കേരള സ്റ്റുഡൻസ് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലെത്തി. KM മാണിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന കാപ്പൻ ആദ്യം കേരള കോൺഗ്രസ് എമ്മിലും പിന്നീട് അഭിപ്രായ ഭിന്നതയെ തുടർന്ന് R ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസിലും എത്തി. പാലാ സെന്റ് തോമസ് കോളേജ് യൂണിയൻ ചെയർമാൻ, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, കേരള സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി, KSCM സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ്, കേരള കോൺഗ്രസ് B സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ഡിജോ കാപ്പൻ 1998 മുഖ്യധാര രാഷ്ട്രീയം അവസാനിപ്പിച്ച് പൊതുപ്രവർത്തനത്തിൽ സജീവമായി. പൗരന്റെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും മുൻഗണന നൽകിയിരുന്ന ഡിജോ കാപ്പൻ പൊതുസമൂഹത്തിന്റെ കാവലാളെന്ന നിലയിലാകും ജനമനസ്സുകളിൽ ഓർമ്മിക്കപ്പെടുക. റിസർച്ച് ഡെസ്ക് 24. 1PM ന്യൂസ് ഇതോടെ പൂർണ്ണമാകുകയാണ്.